ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കിളിക്കൂട്ടിലുള്ള എല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. ദോഷങ്ങൾ മാറണമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് നടത്തണമെന്ന് ജോത്സ്യൻ പറഞ്ഞിരിക്കുകയാണ്. ഗംഗാധരനിൽ നിന്നും കുടുംബക്ഷേത്രം എവിടെയാണെന്ന് സുഭാഷും സുധീഷും മനസ്സിലാക്കുന്നു. തുടർന്ന് സുഭാഷ് നിധിയോട് പറയുകയാണ്, വല്യച്ഛൻ പെട്ടെന്ന് ഞങ്ങളെ വിളിച്ച് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞു. നമുക്ക് നാളെ തന്നെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയാലോ മോളെ? അപ്പൊ നിധി പറയുകയാണ്, എനിക്കൊക്കെ സുഭാഷേട്ടാ, ഓഫീസിൽ ലീവ് പറയണം, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയുകയാണ് സുധീഷും ഹരീഷും നികേഷും. സുഭാഷ് പറയുകയാണ്, കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചപ്പോൾ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. രാവിലെ വല്യച്ഛനെ കണ്ട് ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചു. പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്കൊന്നും നിങ്ങൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ വല്യച്ഛൻ അവിടെ ഒന്ന് പോയി. ഇപ്പം വല്യച്ഛൻ തന്നെ വന്ന് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞിരിക്കുക. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഹരീഷ് പറയുകയാണ്, അന്ന് സുഭാഷേട്ടൻ സുനന്ദയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ സുനന്ദയെ കല്യാണം കഴിച്ചില്ലെങ്കിലും നല്ലത് നടക്കുന്നുണ്ടല്ലോ. ഹരീഷ് പറയുകയാണ്, സുധീഷൻ എന്തേ പറയുന്നത്? വല്യച്ഛൻ സുഭാഷേട്ടനെ സ്നേഹിക്കുന്നതാണോ പ്രധാനം? മനസ്സിന് ഇഷ്ടപ്പെട്ടവളെ കല്യാണം കഴിക്കുന്നതല്ലേ പ്രധാനം? അന്ന് സുഭാഷേട്ടൻ സുനന്ദയെ അവരുടെ കൂടെ പറഞ്ഞു വിട്ടു. അതുകൊണ്ടാ വല്യച്ഛനിപ്പം സ്നേഹത്തോടുകൂടി സുഭാഷേട്ടനോട് സംസാരിക്കുന്നത്. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, കഴിക്കാൻ എന്താടാ ഉള്ളത്? ഇപ്പൊ എടുത്തു തരാന്ന് സുഭാഷ് പറയുമ്പോൾ, വേണ്ട, ഞാൻ പോയി എടുത്തോളാന്ന് പറഞ്ഞ് ഭാസ്കരൻ ഭക്ഷണം എടുത്തോണ്ട് വന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പൊ സുഭാഷ് പറയുന്നു, അച്ഛാ, നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിഞ്ഞു. കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ഭാസ്കരൻ പറയുമ്പോൾ എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. അച്ഛൻ അറിയാമായിരുന്നോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നത്, നീ എന്താണ് ഈ പറയുന്നത്? കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയാതിരിക്കുമോ? ഇത് കേട്ട് നിധി പറയുകയാണ്, ഞങ്ങൾ നേരത്തെ ചോദിച്ചായിരുന്നല്ലോ, അപ്പൊ എന്താ പറയാഞ്ഞത്? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അപ്പൊ പറയണമെന്ന് തോന്നിയില്ല, നിങ്ങളെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് ഭാസ്കരന്റെ നേരെ ചെല്ലുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് അടങ്ങി നിൽക്ക്, കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അച്ഛനോട് എത്ര തവണ ചോദിച്ചു, അപ്പൊ തന്നെ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോഴെനിക്ക് ഓർമ്മ വന്നില്ല, ഇപ്പോഴാ ഓർമ്മ വന്നതെന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, അതെങ്ങനെ? ജാതകം ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ജാതകം എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളൊരു ജാതകം റെഡിയാക്കിക്കൊണ്ട് വന്നപ്പോൾ സുഭാഷേട്ടന്റെ ഒറിജിനൽ ജാതകവുമായിട്ട് വരുന്നു. കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചപ്പോൾ ഇപ്പൊ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ഓർമ്മ വന്നു. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഇന്നലെ സ്വപ്നത്തിൽ കുടുംബക്ഷേത്രവും ഭഗവാനെയും ഒക്കെ കണ്ടപ്പോഴാണ് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ സുധീഷ് പറയുകയാണ്, ഇയാളെ കുടുംബക്ഷേത്രത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ മാത്രം പോയിട്ട് വരാം. അപ്പോൾ സുഭാഷ് പറയുകയാണ്, സുധീഷ് കുടുംബമായിട്ട് പോകണമെന്നല്ലേ ജോത്സ്യൻ പറഞ്ഞത്? അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷേട്ടാ, ഇയാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണ് പെരുമാറുന്നത്, ഇയാൾ വേണ്ട. ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ചോദിക്കുന്നു, അത് നീ എന്തിനാടാ പറയുന്നത്? ഞാൻ പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ, ഞാൻ വരും. കുടുംബക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശം എനിക്കില്ലേ? നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നീ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കെന്താ, ഗവൺമെന്റ് ബസ്സില്ലേ, ഞാൻ അതിൽ വരും. നീയൊക്കെ ആരാ പറയാൻ ഞാൻ വരരുതെന്ന്? അങ്ങനെ ഭാസ്കരൻ അടുക്കളയിലേക്ക് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇയാൾ എങ്ങനെയെങ്കിലും പോട്ടെ. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് അച്ഛനും കൂടി വരട്ടെ. സുഭാഷ് ചോദിക്കുന്നു, പോകാൻ തീരുമാനിച്ചു, എങ്ങനെ പോവുക? അപ്പൊ സുധീഷ് പറയുകയാണ്, കാറില്. ഇത് കേട്ടുകൊണ്ട് എവിടേക്ക് വന്ന ഭാസ്കരൻ പറയുകയാണ്, നിനക്ക് കാർ ഓടിക്കാൻ പറ്റില്ലല്ലോ, നിന്റെ ലൈസൻസ് പോലീസുകാരൻ മേടിച്ചു വെച്ചിരിക്കുകയല്ലേ? സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, പോലീസുകാരൻ പറഞ്ഞ 1 മാസത്തെ സമയം കഴിഞ്ഞു, ഉച്ചയ്ക്ക് പോയി ലൈസൻസ് വാങ്ങിച്ചുകൊണ്ട് വന്നു, നാളെ മുതൽ എനിക്ക് കാർ ഓടിക്കാമേ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഓടിക്ക്, ഇനി ആരെയാണോ ഓടിക്കാൻ പോകുന്നത്? സുഭാഷ് പറയുകയാണ്, സുധീഷ് കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ച ഉടനെ നിനക്ക് ലൈസൻസ് തിരിച്ചു കിട്ടിയല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിലും ഇന്നത്തോടുകൂടി 1 മാസം കഴിഞ്ഞേനെ, അപ്പൊ തന്നെ എനിക്ക് എന്റെ ലൈസൻസ് തിരിച്ചു കിട്ടും. ഈ സമയം ചാന്ദിനി അവിടേക്ക് വരികയാണ്. പുഞ്ചിരിച്ച് നികേഷ് പറയുന്നു, ചാന്ദിനി ബൈഠോ, നീ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങിയെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, കുറച്ച്. പുഞ്ചിരിച്ച് ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, നാളെ നമ്മളെല്ലാവരും കുടുംബക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ചാന്ദിനി എന്താ ചെയ്യുക? ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പറയുകയാണ്, അത് ശരിയാണല്ലോ, അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. ചാന്ദിനിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല, ഇവളുടെ മുറച്ചെറുക്കൻ അവിടെ വരാൻ സാധ്യതയുണ്ട്, നമുക്ക് ചാന്ദിനിയെ കൂടെ കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാം, എന്താ മോളെ? അപ്പൊ നിധി പറയുകയാണ്, അതിനെന്താ സുഭാഷേട്ടാ, നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ചാന്ദിനിയുടെ മുറച്ചെറുക്കൻ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ട് കാണാതെ ഇവിടെ അന്വേഷിച്ചിട്ട് വന്നാലും 3 ദിവസം നമ്മളിവിടെ ഇല്ലല്ലോ, ചാന്ദിനിക്കും അതാ നല്ലത്. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ചാന്ദിനി നാളെ ഞങ്ങൾ എല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോകുക, ചാന്ദിനിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്, ചാന്ദിനിക്ക് ഓക്കെ അല്ലേ? ചാന്ദിനി പുഞ്ചിരിച്ച് സമ്മതിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി സുധീഷ് പറയുകയാണ്, നമുക്ക് കുടുംബമായിട്ട് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നിധി. തുടർന്ന് രാവിലെ സുധീഷ് കാറുമായി അവിടേക്ക് വരികയാണ്. അകത്തേക്ക് കയറി വന്ന സുധീഷിനോട് സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് എല്ലാം റെഡിയാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, എല്ലാം റെഡിയാ സുഭാഷേട്ടാ, ഇനി ഇറങ്ങിയാ മതി. സുഭാഷ് ചോദിക്കുന്നു, 1 മാസം നീ വണ്ടി ഓടിച്ചില്ല, അതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? മര്യാദയ്ക്ക് ഓടിക്കോ നീ വണ്ടി? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നെ പോലെ ഒരാള് 10 വർഷം വണ്ടി ഓടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പുഞ്ചിരിച്ച സുഭാഷ് പറയുകയാണ്, ശരിയടാ, ഞാൻ ചുമ്മാ ചോദിച്ചതാ, നീ നന്നായി ഓടിക്കുമെന്ന് എനിക്കറിയാം, നിന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചായിരുന്നോ? സുധീഷ് പറയുകയാണ്, സുഭാഷ്
സുഭാഷ് ഏട്ടന്റെ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം ഹരീഷും നികേഷും അവിടേക്ക് വരുന്നു. സുഭാഷ് ഏട്ടാ, എന്റെ ബ്ലൂ ഷർട്ട് കണ്ടായിരുന്നു എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അത് കഴുകിയില്ലടാ. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, എന്താ സുഭാഷ് ഏട്ടാ, കുടുംബക്ഷേത്രത്തിലേക്ക് ആ ഷർട്ട് ഇട്ടോണ്ട് പോകാന്നാ ഞാൻ വിചാരിച്ചത്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, നിനക്കെന്താ വേറെ ഷർട്ടൊന്നും ഇല്ലേ? അപ്പൊ നികേഷ് പറയുന്നു, ആ ഷർട്ട് എനിക്ക് നന്നായി ചേരും. അപ്പൊ സുധീഷ് പറയുന്നു, നിധി നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കൊണ്ടുവന്ന ഷർട്ട് ഇതുവരെ നമ്മളാരും ഇട്ടില്ലല്ലോ, കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ഷർട്ട് ഇട്ടാലോ? ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അത് ശരിയാണല്ലോ, ആ ഷർട്ട് ഇട്ടാ മതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ. തുടർന്ന് നിധിയും ചാന്ദിനിയും ബാഗ് ഒക്കെ എടുത്ത് അവിടേക്ക് വരികയാണ്. നമുക്ക് ബാഗ് എല്ലാം വണ്ടിയിലേക്ക് വെക്കാന്ന് പറഞ്ഞ് നിധിയും കൂട്ടി ബാഗ് എടുത്ത് വെക്കാനായി പോവുകയാണ് സുധീഷ്. ബാഗ് ഡിക്കിയിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് സുധീഷിന്റെയും നിധിയുടെയും നെറ്റി തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. നെറ്റിയിൽ കൈവച്ച് നിധി പറയുകയാണ്, നോക്കി വെച്ചൂടെ സുധീഷ്? അപ്പൊ സുധീഷ് പറയുകയാണ്, സോറി നിധി, അറിയാതെ പറ്റിയതാ. ഹരീഷും ചാന്ദിനിയും അവിടേക്ക് വന്ന് ബാഗ് എല്ലാം ഡിക്കിയിലേക്ക് വെക്കുകയാണ്. ഒരു ബാഗ് വെക്കാൻ ഇത്രയും സമയമെന്ന് ചോദിച്ച് ഭാസ്കരനും തന്റെ ബാഗ് അവിടേക്ക് കൊണ്ടുവെക്കുന്നു. ബാഗും സ്നാക്സും ഒക്കെ ആയി സുഭാഷും അവിടേക്ക് വരുന്നു. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഇയാള് വരണ്ടെന്ന് പറഞ്ഞതല്ലേ, ഇപ്പൊ ഇതേ ബാഗ് ഒക്കെ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ സുഭാഷ് പറയുകയാണ്, നമ്മള് കുടുംബക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, അച്ഛനെ ഒഴിവാക്കി എങ്ങനെ പോവുക? അപ്പൊ ഹരീഷ് പറയുകയാണ്, നമ്മള് കൊണ്ടുപോയില്ലെങ്കിലും ബസ്സിൽ വരുമെന്നല്ലേ ഇന്നലെ പറഞ്ഞത്. അപ്പൊ സുധീഷ് പറയുന്നു, ബസ്സിൽ വരട്ടെ, അയാളില്ലെങ്കിൽ സമാധാനത്തോടു കൂടി ട്രാവൽ ചെയ്യായിരുന്നു. അപ്പൊ നിധി പറയുകയാണ്, നിങ്ങളുടെ അച്ഛനല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അച്ഛൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി അയാളെ സപ്പോർട്ട് ചെയ്യുക, അയാളെ പറ്റി നിധിക്ക് നന്നായിട്ട് അറിയില്ലല്ലോ. ഒരു വലിയ ബാഗുമായി അവിടേക്ക് വരികയാണ് നികേഷ്. നിധി ചോദിക്കുന്നു, നികേഷ് ഇതെന്താടാ ഇത്രയും വലിയ ബാഗ്? 3 ദിവസമല്ലേ നമ്മൾ അവിടെ താമസിക്കുന്നുള്ളൂ, 1 മാസത്തേക്ക് പോകുന്നത് പോലെയാണല്ലോ നീ വലിയ ബാഗുമായി വന്നത്. അപ്പൊ നികേഷ് പറയുകയാണ്, ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ളതാ, അതിന് ഒരുപാട് ഡ്രസ്സുകൾ ആവശ്യമാണ്. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എല്ലാം എടുത്തില്ലേ, എല്ലാവരുടെയും ഫോണിന്റെ ചാർജർ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി ഞാൻ നിന്റെ ചാർജർ എടുക്കാൻ മറന്നു, ഞാൻ പോയി എടുത്തിട്ട് വരാമേ. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ചാർജറൊക്കെ അത്യാവശ്യമുള്ള കാര്യമല്ലേ, അതൊക്കെ മറക്കാമോ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോയി ശീലമുള്ളതല്ലേ, ഞങ്ങൾക്ക് ഇതൊക്കെ പുതിയതാ. അപ്പൊ നിധി പറയുകയാണ്, ഡ്രസ്സൊക്കെ എടുത്തു വെച്ചല്ലോ, അത് മറന്നില്ലല്ലോ. നിധിയുടെ എല്ലാവരും പുഞ്ചിരിക്കുമ്പോൾ നിധി പറയുകയാണ്, ചാർജറൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു. ഭാസ്കരനെ അവിടെയെങ്കിലും കാണാതെ ചുറ്റും നോക്കിക്കൊണ്ട് സുധീഷ് പറയുകയാണ്, ഇയാൾ ഇത് എവിടെ പോയതാ? അപ്പൊ സുഭാഷ് പറയുന്നു, അച്ഛൻ ഇപ്പൊ വരുവടാ, ഞാൻ വീട് പൂട്ടിയിട്ട് വരാം. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുകയാണ്, നല്ലൊരു ഡ്രൈവർ ഉണ്ട്, ആദ്യമായിട്ട് എല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയല്ലേ, പ്രാർത്ഥിച്ച് തേങ്ങയൊക്കെ ഉടച്ചു വേണം പോകാൻ. അങ്ങനെ എല്ലാവർക്കും മാരുതി ഒഴിഞ്ഞ് തേങ്ങ ഉടയ്ക്കുകയാണ് ഭാസ്കരൻ. ശേഷം എല്ലാവരും സന്തോഷത്തോടു കൂടി കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പിന്നിലിരിക്കുന്ന നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധി സന്തോഷത്തോടു കൂടി ചാന്ദ്രിയോടും നികേഷിനോടും സംസാരിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നതേ ഇല്ലല്ലോ. സുധീഷ് ഉറക്ക പാട്ട് വെക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാണ് ഇത്രയും ശബ്ദം വെച്ചേക്കുന്നത്? ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? ഇത്രയും ശബ്ദം വെച്ചാൽ പിന്നിൽ നിന്നും ഒരാൾ ഹോൺ അടിച്ചാൽ നിനക്ക് കേൾക്കുവോ? ശബ്ദം കുറയ്ക്കടാ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് ശബ്ദം കുറയ്ക്കുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, എല്ലാവരും കൂടി ഒന്നിച്ച് സംസാരിച്ചു പോകാനല്ലേ ഇത്രയും വലിയൊരു കാറിൽ പോകുന്നത്, നിങ്ങൾ മാത്രം സംസാരിച്ചോണ്ടിരുന്നാൽ എങ്ങനാ? വണ്ടി ഓടിക്കുന്ന എനിക്ക് ഒരു കമ്പനി വേണ്ടേ? നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഞാൻ സംസാരിച്ചാ മതിയോ? അപ്പൊ സുധീഷ് പറയുകയാണ്, നീ സംസാരിക്കുന്നത് ആർക്ക് കേൾക്കണം? നിധി എല്ലാം ഓക്കെ ആണോ? വണ്ടി നിർത്തേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അപ്പൊ നിധി പറയുകയാണ്, വണ്ടി ഒന്നും നിർത്തണ്ട, എനിക്കെല്ലാം ഓക്കെയാ. അങ്ങനെ നിധി ചാന്ദിനിയുമായി സംസാരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, നന്നായി, വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നതേ ഉള്ളൂ, നിർത്താതെ സംസാരോ. രണ്ടുപേർക്കും ഭാഷ അറിയില്ലെങ്കിലും നന്നായി സംസാരിക്കുന്നുണ്ട്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന് അയാളോട് ചോദിക്കും. അപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, അച്ഛാ വഴി അറിയാമോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, എനിക്കെങ്ങനെ അറിയാനാ, ഏതെങ്കിലും ഒരു ചായക്കടയെ ചോദിക്ക്. അപ്പൊ നിധി ചോദിക്കുന്നു, അച്ഛൻ ജനിച്ചതൊക്കെ ഇവിടെയല്ലേ? അപ്പൊ ഭാസ്കരൻ ചോദിക്കുകയാണ്, മോള് ജനിച്ചപ്പോൾ മുതൽ ഇപ്പൊ നടന്നതുവരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? മോളുടെ കുടുംബക്ഷേത്രം എവിടെയാ, അതെങ്കിലും പറ. അപ്പൊ നിധി പറയുന്നു, തക്കലയ്ക്കടുത്തോ. ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ ഇപ്പം തനിച്ച് അങ്ങോട്ടേക്ക് വിട്ടാൽ പോകാൻ പറ്റുമോ? ഇത് കേട്ട് സുഭാഷ് ചോദിക്കുകയാണ്, അച്ഛാ അച്ഛനും നിധി ഒരുപോലെയാണോ? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ പോകും. ഭാസ്കരൻ ചോദിക്കുന്നു, ഇവിടെ നിധിയെ ഇറക്കി വിട്ടാൽ ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ? ഇത് കേട്ട് നിധി പറയുകയാണ്, ഇവിടെ നിന്നൊന്നും എനിക്ക് പോകാൻ അറിയില്ല, എന്റെ വീട്ടിൽ നിന്നും പോകാൻ അറിയാം. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, നിധിയെ നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 4 ജംഗ്ഷൻ അപ്പുറത്ത് ഇറക്കി വിട്ടാൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ അറിയില്ല. ആ നിധിയാണോ തനിച്ചു പോകാൻ പോകുന്നത്? ചുമ്മാ അത് അടിച്ചുവിടാതെ. ദേ നോക്ക്, എവിടെ പോയാലും എന്റെ കൂടെ വരണം, കാണാതെ പോയാൽ കണ്ടുപിടിക്കാൻ വലിയ പാടാ. ഇത് കേട്ട് നിധി പറയണ, കൂടുതൽ സംസാരിക്കണ്ട, വണ്ടി ഓടിക്ക്. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, മിസ്റ്റർ ഭാസ്കരൻ ഈ നാട്ടില് ഞങ്ങൾക്ക് സ്ഥലമോ സ്വത്തുക്കളോ എന്തെങ്കിലും ഉണ്ടോ? ഇത് കേട്ട് നികേഷ് പറയുകയാണ്, അത് ശരിയാ സുധീഷ് ഏട്ടാ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇത് നിങ്ങളുടെ വീടാണ്, ഇത് നിങ്ങളുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ഥലവും വീടും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, നികേഷ് നീ സിനിമ കണ്ട് അതിൽ കാണുന്നത് പോലെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട, ഉള്ള വീടിന്മേൽ
മേലെ കേസുണ്ട്, എന്നിട്ട് ആ സ്വത്തും വേറൊരു വീടും ഒക്കെ. ഇത് കേട്ട് നിധി പറയുകയാണ്, ശരി അതൊക്കെ വിട്, ഇപ്പൊ നമ്മള് എവിടെ താമസിക്കാൻ പോകുന്നത്? സുധീഷ് പറയുന്നു, അവിടെയുള്ള ഒരാളെ എനിക്കറിയാം, കുടുംബക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും വന്നാൽ താമസിക്കുന്ന സ്ഥലം അയാൾക്ക് അറിയാമെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ തന്നെ താമസിക്കാം. തുടർന്ന് അവർ ജംഗ്ഷനിലേക്ക് വന്ന് മണി എന്ന് പറയുന്ന ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടിയിൽ നിന്നിറങ്ങിയ ഭാസ്കരൻ മുന്നോട്ട് നടന്നു പോകുമ്പോൾ സുഭാഷ് പറയുന്നു, അച്ഛാ അറിയാത്ത സ്ഥലമാ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവൾ ഭാസ്കരൻ പറയുകയാണ്, എനിക്കെന്താ ഈ വഴി അറിഞ്ഞൂടെ, ഞാൻ ജനിച്ചു വളർന്ന നാടാ, നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് ഞാൻ വന്നോളാം, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഭാസ്കരൻ അവിടെ വന്ന് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഇയാളെന്താ ഇങ്ങനെ, ഇത്രയും നേരവും അയാൾക്ക് വഴി അറിയില്ലായിരുന്നല്ലോ, ഇവിടെ വന്ന ഉടനെ എല്ലാം അറിയാം. അപ്പോൾ സുഭാഷ് പറയുകയാണ്, സ്ഥലം കണ്ട ഉടനെ ഓർമ്മ വന്നതായിരിക്കും. ഈ സമയം അവിടേക്ക് വന്ന മണി എല്ലാവരെയും പരിചയപ്പെടുകയാണ്. തുടർന്ന് മണി പറയുകയാണ്, നിങ്ങൾ ഇതുവരെ കുടുംബക്ഷേത്രത്തിലേക്ക് വന്നിട്ടേ ഇല്ലേ? ഇല്ലാന്ന് അവർ പറയുമ്പോൾ മണി പറയുകയാണ്, ഇത്രയും നാളുകൾക്ക് ശേഷം നിങ്ങൾ ഇവിടേക്ക് വന്നുവെങ്കിൽ ആ ഭഗവാൻ തന്നെ നിങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതാ. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, എന്റെ വണ്ടിയുടെ പിന്നാലെ വന്നാ മതി. തുടർന്ന് മണി അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിലേക്ക് വരികയാണ്. മണി പറയുന്നു, സുധീഷ് ഇതാ നിങ്ങൾ താമസിക്കാൻ പോകുന്ന വീട്. ഈ സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല, കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, ടയേർഡ് ആയിരിക്കും, നാളെ ക്ഷേത്രത്തിലേക്ക് പോയാൽ മതി. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ നമ്മൾ എല്ലാവരും ഇവിടെ താമസിക്കാൻ പറ്റുമോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ 6 പേരുണ്ട്, നമ്മൾ എല്ലാവരും അവിടെ താമസിക്കുന്നില്ലേ, പിന്നാണോ ഇവിടെ താമസിക്കാൻ പറ്റാത്തത്? മണി പറയുന്നു, ആര് വന്നാലും ഇവിടെ താമസിച്ചാണ് കുടുംബക്ഷേത്രത്തിലേക്ക് പോവുക. 500-600 വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. നാളെ വിശേഷാൽ പൂജയൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരും ഉണ്ടാകും ക്ഷേത്രത്തിൽ. ഇപ്പൊ നിങ്ങൾക്ക് കുടുംബക്ഷേത്രം ഏതാണെന്ന് മനസ്സിലായല്ലോ, ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തിലേക്ക് വരണം. നിധി പറയുകയാണ്, അകത്ത് ആൾക്കാരുള്ളത് പോലെ തോന്നുന്നു, സ്ലിപ്പേഴ്സ് ഒരുപാട് പുറത്തു കിടപ്പുണ്ടല്ലോ. സുധീഷ് ചോദിക്കുന്നു, ചേട്ടാ അകത്ത് ആളുണ്ടോ? അപ്പൊ മണി പറയുകയാണ്, പറയാൻ മറന്നുപോയി, നിങ്ങളുടെ ബന്ധുക്കളാ വന്ന് താമസിക്കുന്നത്. ബന്ധുക്കളോ, ആരാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അവിടേക്ക് വന്ന സുനന്ദ സുഭാഷിനെ കണ്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുകയാണ്. എല്ലാവരും ഞെട്ടി സുനന്ദയെ നോക്കുന്നു. അരികിലേക്ക് ഓടി വന്ന സുനന്ദ ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ സുഖമാണോ? നിധിക്ക് സുഖമാണോ? സുനന്ദ എന്താ ഇവിടെയെന്ന് നിധി ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ്, കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായി വന്നതാ, ഞാനും അശ്വിനും അമ്മയെല്ലാം ഉണ്ട്, ഇപ്പൊ വന്നതേ ഉള്ളൂ, കുറച്ചു നേരം ആയതേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നിധി ഫോൺ വിളിച്ച് സുനന്ദയോട് ചോദിച്ചതല്ലേ കുടുംബക്ഷേത്രം എവിടെയാണെന്ന്, അപ്പൊ അറിയില്ലാന്ന് പറഞ്ഞു, ഇപ്പൊ രഹസ്യമായിട്ട് കുടുംബക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണോ? അപ്പൊ സുനന്ദ പറയുകയാണ്, എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നിധിയോട് പറഞ്ഞായിരുന്നു വഴി, ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ പോലും എനിക്ക് വഴി നന്നായിട്ട് അറിയില്ല, അമ്മയോട് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാ ഞാൻ വിചാരിച്ചത്, അതിനുള്ളിൽ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്നു. ഈ സമയം സുനന്ദ എന്ന് വിളിച്ച ഉമ്മറത്തേക്ക് വരുന്ന ലളിത പറയുകയാണ്, ഇവൾ ആരോടാ സംസാരിക്കുന്നത്? സുനന്ദ നീ ആരോടാ സംസാരിക്കുന്നത്? അപ്പോൾ മണി പറയുന്നു, ലളിതേച്ചി വാ, എല്ലാം നിങ്ങളുടെ ബന്ധുക്കളാ, കുടുംബക്കാരെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ ഈ വീടൊക്കെ ഇവരെ കാണിച്ചു കൊടുക്ക്. സുധീഷ് അകത്ത് 2 റൂമുണ്ട്, അത് നിങ്ങൾ എടുത്തോ, എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാ മതി, നാളത്തെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാനുണ്ട്, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ മണി അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യത്തോടുകൂടി ലളിത ചോദിക്കുന്നു, നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ വന്നത്? നിങ്ങളെ കൊണ്ട് വലിയ ശല്യമാണല്ലോ, ഞങ്ങൾ എവിടെ പോയാലും മട്ടയെ പോലെ ഒട്ടി ഒട്ടി പിന്നാലെ വരും. അപ്പൊ സുധീഷ് പറയുകയാണ്, നിങ്ങളുടെ മാത്രം കുലദൈവം അല്ലല്ലോ ഇവിടെ ഉള്ളത്, ഞങ്ങളുടെയും കൂടി കുലദൈവം അല്ലേ, നിങ്ങൾ ക്ഷേത്രത്തിലേക്കല്ലേ വന്നത്, ഞങ്ങളും ക്ഷേത്രത്തിലേക്കാ വന്നത്. ഏടാ ഒന്ന് മിണ്ടാതിരിക്കുന്ന സുഭാഷ് പറയുമ്പോൾ ലളിത പറയുകയാണ്, നിങ്ങളെ പറ്റി എനിക്കറിയാലോ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രശ്നം ഉണ്ടാക്കാനല്ലേ വന്നത്. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല അമ്മായി, കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു, വല്യച്ഛൻ തന്നെയാ ഈ അഡ്രസ്സും തന്നത്, ഞങ്ങൾ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കാനല്ല വന്നത്, കുടുംബമായിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനാ വന്നത്. ലളിത ചോദിക്കുന്നു, നീ ആരോടാ ഇത് പറയുന്നത്? എന്റെ ചേട്ടൻ അഡ്രസ്സ് തന്നെന്നോ? സുനന്ദയും ഭർത്താവും കൂടി വന്നതറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനല്ലേ നിങ്ങൾ വന്നത്? എന്റെ മകളെ സമാധാനമായി ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ? ഇത് കേട്ട് സുനന്ദ പറയുകയാണ്, അമ്മേ അവര് പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാൻ അവര് വന്നേന്ന്, അമ്മ എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ഇത് കേട്ട് ലളിത പറയുകയാണ്, നീ മിണ്ടാതെ നിൽക്കടി. അപ്പൊ ഹരീഷ് പറയണ, ദേ നോക്ക്, പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സന്ദർഭം കിട്ടാതെ ഇല്ലായിരുന്നു, പ്രശ്നം ഉണ്ടാക്കേണ്ട സമയത്തൊക്കെ ഞങ്ങൾ മിണ്ടാ നിന്നതുകൊണ്ടാ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും ഒക്കെ നല്ലത് നടന്നത്, അത് ഓർമ്മയിൽ വേണം. സുഭാഷ് പറയുന്നു, ഒന്ന് മിണ്ടാ നിൽക്കടാ അമ്മായി, ഞങ്ങൾ ഇന്നിവിടെ താമസിച്ച് നാളെ ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങിപ്പോകും, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പൊ സുനന്ദ പറയുകയാണ്, അമ്മേ നമ്മളെ പോലെ അവരും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും വന്നതാ, അമ്മ ഒന്ന് മിണ്ടാ നിൽക്ക്. ഈ സമയം സുനന്ദ എന്ന് വിളിച്ച അശ്വിൻ അവിടേക്ക് വരികയാണ്. സുനന്ദ പറയുന്നു, അശ്വിൻ ഇത് ആരാ വന്നേക്കുന്നേ നോക്ക്, സുഭാഷേട്ടനും ഫാമിലിയും നമ്മളെ പോലെ കുടുംബക്ഷേത്രത്തിൽ വന്നതാ. അശ്വിൻ സന്തോഷത്തോടുകൂടി എല്ലാവരുമായി സംസാരിക്കുകയാണ്. തുടർന്ന് അശ്വിൻ പറയുന്നു, കല്യാണം കഴിഞ്ഞത് മുതൽ അമ്മ പറയുന്നതാ കുടുംബക്ഷേത്രത്തിലേക്ക് പോണോന്ന്, ഇപ്പോഴാ സമയം കിട്ടിയത്, വാ നമുക്ക് അകത്തേക്ക് പോകാം. സുനന്ദ പറയുന്നു, വാ സുഭാഷേട്ടാ എല്ലാവരും വാ. നിധി സുഖമാണോ എന്ന് ചോദിച്ച് നിധിയുടെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ് സുനന്ദ. അശ്വിനും സുഭാഷും കൂടി സംസാരിക്കുന്നു. ചാന്ദിനിയും സുനന്ദയോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ലളിത. സുധീഷും ഹരീഷും നികേഷും ബാഗും എടുത്തുകൊണ്ട് അവരുടെ അരികിലേക്ക് വരികയാണ്. അശ്വിൻ നികേഷിന്റെ കയ്യിൽ നിന്നും ബാഗും വാങ്ങിച്ച് എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ ടെൻഷൻ
ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ലളിത. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്